ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 4. വിമല കത്തി താഴെ വെച്ച് കൈ സാരിത്തുമ്പിൽ തുളച്ചുകൊണ്ട് അവളോടൊപ്പം മുകളിലെ മുറിയിലേക്ക് ചെന്നു. മുറി ആകെ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് വിമല അന്താളിച്ചു. എല്ലായിടവും ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ്. സ്ഥാനം തെറ്റാത്തതായി ഒരു വസ്തുവും ആ മുറിയിൽ അവശേഷിച്ചിരുന്നില്ല. പകപ്പോടെ വിമല മകളെ നോക്കി. ഇവിടെ കുത്തിയിട്ടിരുന്നതാ അമ്മേ, ഇപ്പോൾ കാണുന്നില്ല. നീ അതിന് ഫോൺ ഉപയോഗിച്ചിട്ട് എത്ര മാസമായി മോളെ? രാഹുലിൻ്റെ മരണം നടന്ന ശേഷം ഇതുവരെ വിദ്യ ഫോണ് കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നിട്ടാണ് അല്പനേരം മുമ്പ് ചാർജിങ്ങിൽ വെച്ചിരുന്നതാണെന്ന് മട്ടിൽ സംസാരിക്കുന്നത്. വിമല ചെന്ന് ഭിത്തിയരികിലുള്ള ചെറിയ മേശയുടെ താഴത്തെ ഡ്രോ തുറന്ന് മൊബൈലെടുത്ത് വിദ്യയ്ക്ക് കൊടുത്തു. ഇതിവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ഞാൻ എന്തോരം നോക്കി. വിദ്യ അതുമായി ചാർജറിനടുത്തേക്ക് നീങ്ങി. വിമല താഴേക്ക് തന്നെ പോയി. പിന്നീട് ഊണിന് നേരമായപ്പോൾ വിമല വിദ്യയെ തിരക്കി മുകളിലെത്തി. അവൾ ഫോണും കാതോട് ചേർത്ത് ബാൽക്കണിക്കരികിൽ നിൽക്കുകയാണ്. നീ വന്ന് ഭക്ഷണം കഴിക്കുമ്പോളെ, അച്ഛനും വന്നിട്ടുണ്ട്. ഇപ്പം വേണ്ടമ്മേ, ഞാൻ വന്നോളാം. വിദ്യ ഫോണിലേക്ക് തന്നെ ചെവിയോർത്തുകൊണ്ട് തന്നെ പറഞ്ഞു. ചന്ദ്രശേഖരൻ ഊണ് കഴിഞ്ഞ് മടങ്ങിയിട്ടും വിദ്യ താഴേക്ക് വന്നിട്ടില്ല. വിദ്യ അപ്പോൾ കിടപ്പുമുറിയിൽ കട്ടിലിരുന്ന് ആൽബം മറിച്ചു നോക്കുകയായിരുന്നു. മൊബൈൽ കാതോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വിമല അടുത്തേക്ക് ചെന്നിട്ടും വിദ്യ അറിഞ്ഞിട്ടില്ല. ആൽബത്തിലേക്ക് നോക്കി എല്ലാം മറന്നതുപോലെ ഇരിക്കുകയാണ്. വിദ്യയുടെയും രാഹുലിൻ്റെയും കല്യാണാൽബമായിരുന്നു അത്. രാഹുലിനെ പുഞ്ചിരിക്കുന്ന ഒരു ചിത്രത്തിന് മീതെ കവിൾത്തട്ടിലൂടെ അവളുടെ വിരലുകൾ തഴുകിക്കൊണ്ടിരുന്നു. മോളെ, വിമല പിന്നിൽ നിന്നും വിളിച്ചപ്പോൾ വിദ്യ തിരിഞ്ഞു നോക്കി. എന്തിനാ നീ ഇത് നോക്കിയിരിക്കുന്നത്? മനസ്സ് വിഷമിപ്പിക്കാനോ? അമ്മ കണ്ടോ, അവൻ ചിരിക്കുമ്പോഴാ കൂടുതൽ ഭംഗി, വിദ്യ വാത്സല്യത്തോടെ പറഞ്ഞു. വിമല ചെന്ന് ആൽബം എടുത്ത് മടക്കി. ഇനി ഇത് നോക്കണ്ട, പോയവര് പോയെന്ന് കരുത്. വിദ്യയുടെ മുഖത്ത് ഒരു നിഴൽ വീണു. പോയോ അമ്മേ? അവൻ പോയോ? അങ്ങനെ അവനങ്ങ് പോവാൻ പറ്റുമോ? വിദ്യയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. അവൾ കാതോട് ചേർത്ത് പിടിച്ചിരുന്ന ഫോണിലേക്ക് ശ്രദ്ധയൂന്നിക്കൊണ്ട് പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോവാറുള്ളതാ. നമ്മൾ എത്ര വിളിച്ചാലും കിട്ടില്ല. സ്വിച്ച് ഓഫ് ഒന്ന് കേൾക്കാം. ദേഷ്യം പിടിച്ച് ഇനി വിളിക്കേണ്ടെന്ന് പോലും കരുതും. പക്ഷേ ഓണാക്കുമ്പോൾ മുതൽ തുടരെ തുടരെ ഇങ്ങോട്ട് വിളിക്കും. എടുത്താൽ പിന്നെ 1000 സോറി പറച്ചില്ല. വിദ്യ മന്ദഹസിച്ചു. വിമലയുടെ നെഞ്ചിലൂടെ ഒരു തണുത്ത മിന്നൽ പാഞ്ഞു. നീ രാഹുലിനെയാണോ മോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം? അവർ വേവലാതിയോടെ തിരക്കി. അതേന്നേ, എത്ര വിളിച്ചിട്ടും കാര്യമില്ല, സ്വിച്ച് ഓഫാ. വിദ്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വിമലയ്ക്ക് ശ്വാസം മുട്ടി. രാവിലെ മുതൽ അനുഭവിച്ചു പോന്നിരുന്ന താൽക്കാലിക മനഃശാന്തിയുടെ പണുപ്പിന് മീതേക്ക് ഒരു ഉഷ്ണവാദം അടിച്ചു കയറി. രാത്രി ആരോ വിളിച്ചതുപോലെ തോന്നിയിട്ടാണ് വിദ്യ ഉണർന്നത്. രാഹുലിൻ്റെ സ്വരം. അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വിമല അരികിൽ മയക്കത്തിലാണ്. വിദ്യ ജനാലക്കരികിലേക്ക് ചെന്നു. വിരികൾ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റിയിട്ട് ജനാല തുറന്നു. ആരുമില്ല. രാഹുൽ വിളിച്ചത് ശരിക്കും കേട്ടതാണല്ലോ. താഴ്ന്ന കാറ്റൂതുന്ന ശബ്ദത്തിൽ വിദ്യ പതിയെ തിരിഞ്ഞു. പോവാനുള്ള സമയമായെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ഉടലിലേക്ക് കുളിര് കോരി വീഴും പോലെ തോന്നി. രാഹുലിൻ്റെ അടുത്തേക്ക്. കാറ്റിൽ ജനൽപ്പാളി വന്നടിച്ച ഒച്ചകെട്ട് വിമല ഉറക്കം തെളിഞ്ഞു. ഗാഠനിദ്രക്കിടയിലായതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ബോധം വന്നില്ല. അവർ വേഗം കയ്യെത്തിച്ച് ലൈറ്റ് തെളിച്ചു. കട്ടിലിൽ താൻ തണിച്ചാണെന്ന് വിമല കണ്ടു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ആശ്വാസമായി. വിദ്യ അതിനകത്തുണ്ടല്ലോ. അങ്ങനെ കിടന്ന് വിമല ഒന്ന് മയങ്ങി. ഏതോ ദുസ്വപ്നം വന്ന് അവരെ നടുക്കി ഉണർത്തി. കണ്ണു തുറന്ന വിമല ഇപ്പോഴും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ഇവളിതെത്ര നേരമായി ബാത്റൂമിൽ കയറിയിട്ട്? വിമല എഴുന്നേറ്റ് ചെന്ന് ഫൈബർ ഡോറിൽ തട്ടി വിളിച്ചു. അകത്തു നിന്നും പ്രതികരണമില്ല. വിമലയ്ക്ക് ആശങ്ക തോന്നി. പലതവണ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. ബക്കറ്റ് നിറഞ്ഞൊഴുകുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ഇപ്പോൾ വിമലയ്ക്ക് തോന്നി. അവർ വേഗം മുറിയിൽ നിന്നിറങ്ങി ചന്ദ്രശേഖരനെ വിളിച്ചുണർത്തി. വിദ്യമോള് ബാത്റൂമിൽ കയറി കതകടച്ചേക്കുവാ. വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ചന്ദ്രശേഖരൻ മുകളിലെത്തി. പലതവണ വിളിച്ചിട്ടും ഫലമില്ലാതായതോടെ ചന്ദ്രശേഖരൻ
ഡോർ ചവിട്ടി തുറന്നു. അകത്തെ കാഴ്ചയിൽ അയാളുടെ രക്തം ഉറഞ്ഞുപോയി. വിമലയുടെ നിലവിളി കളരിക്കൽ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു. രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോയ വൈശാഖ് 11 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് കണ്ട് ആശ അമ്പരന്നു. മുറ്റത്തെ അഴയിൽ അലക്കിയ വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന അവർ ഭർത്താവിനടുത്തേക്ക് ചെന്നു. വൈശാഖേട്ടൻ എന്താ ഈ സമയത്ത്? അച്ഛനെന്തേ? മുറിയിലുണ്ടോ? കുഴമ്പ് തേച്ച് വെയിൽ കായാൻ പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിപ്പുണ്ട്. എന്തോന്നാ? പറയാം. വൈശാഖ ധൃതിയിൽ ഹാളിലേക്ക് കയറി. അയാൾ അടുക്കളയും കടന്ന് പിൻവശത്തെ മുറ്റത്തേക്ക് ചെന്നു. വീടിൻ്റെ ഘടനയുടെ പ്രത്യേകത കൊണ്ട് പിൻവശത്തെ മുറ്റത്താണ് ആദ്യം വെയിൽ വീഴുന്നതും ഉറയ്ക്കുന്നതും. ഗോവിന്ദക്കുറുപ്പ് എണ്ണ തേച്ചുള്ള ചില്ലറ കസരത്തുകൾക്ക് ശേഷം പ്ലാസ്റ്റിക് കസരയിൽ ചാഞ്ഞിരുന്ന് വെയിൽ കൊള്ളുകയായിരുന്നു. നീ എന്താടാ പതിവില്ലാത്ത സമയത്ത്? അയാൾ മകനോട് തിരക്കി. അച്ഛാ, ഒരു വിഷയമുണ്ട്. രാവിലെ CI നേരിട്ട് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. ഗോവിന്ദക്കുറുപ്പിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. സേവിയർ ജേക്കബുമായി കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിന് ശേഷം കാര്യങ്ങൾ സുഗമമായി എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. എന്താടാ, അവർക്കെന്തെങ്കിലും സംശയമുണ്ടോ? വൈശാഖ് ചുറ്റും നോക്കിയിട്ട് താണസ്വരത്തിൽ പറഞ്ഞു. അതറിയില്ല, പക്ഷേ CIക്ക് ചന്ദ്രേട്ടൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അതിതുവരെ എടുത്തില്ലേ? അവൻ ചത്തിട്ട് മാസത്രേ. അവളിതുവരെ നോർമലായിട്ടില്ലെന്ന്. പലതവണ ശ്രമിച്ചിട്ടും കാണാവുന്ന മാനസികാവസ്ഥയിൽ അല്ലായിരുന്നത്രേ. എന്നിട്ട് നീ നമ്പർ കൊടുത്തോ? കൊടുക്കാതെ പറ്റില്ലല്ലോ. പക്ഷെ അതല്ല പ്രശ്നം. CI വിളിച്ച് കുറേ കഴിഞ്ഞ് സംഗതി എന്താണെന്നറിയാൻ ഞാൻ ചന്ദ്രേട്ടനെ വിളിച്ചു. അപ്പോഴാ അറിഞ്ഞ് വിദ്യ ഒരബദ്ധം കാണിച്ചു എന്ന്. ഗോവിന്ദക്കുറുപ്പ് ആകാംക്ഷഭരിതനായി. എന്തബദ്ധം? നീ കാര്യം പറയടാ. ഇന്നലെ രാത്രിയിൽ എപ്പോഴോ അവൾ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അത്രേ. ഗോവിന്ദക്കുറുപ്പിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് മരിച്ചോ? ഇല്ല, തക്ക സമയത്ത് അവളുടെ അമ്മ ഉറക്കം തെളിഞ്ഞതുകൊണ്ട് കാണാൻ പറ്റി. അവരെ നിലവിളിച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചത്രേ. ഭാഗ്യം കൊണ്ട് ബോധം വീണില്ലെങ്കിലും അപകടനില തരണം ചെയ്തു. ഗോവിന്ദക്കുറുപ്പിൻ്റെ എണ്ണ തേച്ച മുഖം വെയിലടിച്ച് തിളങ്ങി നരകാഗ്നിക്ക് കാവലിരിക്കുന്ന മൂത്ത പിശാചിൻ്റേതുപോലെയായി. ആരുടെ ഭാഗ്യം? എടാ മണ്ട, അവൾ ചത്താൽ അതല്ലേ നമ്മുടെ ഭാഗ്യം. നിനക്ക് ഇത്ര ബോധമില്ലാതെ പോയല്ലോ. അച്ഛൻ പറഞ്ഞതെന്താണെന്ന് വൈശാഖിന് പിടികിട്ടിയില്ല. അവൻ്റെ കണ്ണിൽ നിസ്സഹായയും വിധവയുമായ വിദ്യാലക്ഷ്മി മരിക്കുന്നതോ ജീവിച്ചിരിക്കുന്നതോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവളിപ്പോൾ മരിച്ചാൽ മഹാഭാഗ്യം. രാഹുലിൻ്റെ വായിൽ മണ്ണ് വീണതോടെ ശത്രുക്കളെല്ലാം ഒഴിഞ്ഞെന്ന് കരുതുന്നരുത്. നിലവിൽ തുണിക്കട നമ്മുടെ കൈകളിലാണെങ്കിലും അവകാശികളായി മറ്റു പലരുമുണ്ടെന്ന കാര്യം മറക്കരുത്. അതിലെ പ്രധാനിയായി ഈ വിദ്യാലക്ഷ്മി. നാളെ ഒരു ദിവസം അവൾ അവിടെ കയറി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാപനമാ ഇറങ്ങി എന്ന് പറഞ്ഞാൽ കയ്യും വീശി ഇറങ്ങേണ്ടി വരും നിനക്ക്. ഗോവിന്ദക്കുറുപ്പ് പറയുന്നത് കേട്ട് വൈശാഖിന് ഒരു ഉൾക്കിടലും അനുഭവപ്പെട്ടു. ശാരദാസ് വസ്ത്രവിഹാറിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവന് ചിന്തിക്കുക വയ്യ. അവളിനി അങ്ങോട്ട് വരുമോ? രാഹുൽ മരിച്ചിട്ട് മാസം എത്രയായി? ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വിദ്യയ്ക്ക് കച്ചവടത്തിൻ്റെ ABCD അറിയാവോ? വരുമെന്നല്ലടാ ഞാൻ പറഞ്ഞത്, വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ മറക്കരുതെന്ന. ചെറിയ പെണ്ണല്ലേ അച്ഛാ. താമസിക്കാതെ മറ്റൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാനല്ലേ ചന്ദ്രേട്ടനൊക്കെ ശ്രമിക്കൂ. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോടാ? സ്വത്തിനും പണത്തിനും അതിൽ തന്നെ ഒരു പ്രലോഭനമല്ലേ? മനുഷ്യർക്കെല്ലാം അതിനോടൊരു ആർത്തിയുണ്ട്. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ്. വെറുതെ കിട്ടിയ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടേ മകളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനുള്ളൂ എന്ന് ചന്ദ്രശേഖരൻ്റെ തീരുമാനമെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വൈശാഖൻ്റെ മനസ്സിൽ തിരിച്ചറിവിൻ്റെ വെളിച്ചമുണ്ടായി. ഇപ്പോൾ മുതൽ വിദ്യാലക്ഷ്മിയും മനസ്സിലെ ചതുരംഗക്കളത്തിൽ ശത്രുസ്ഥാനീയ തന്നെ. അതുകൊണ്ട് തൽക്കാലം വിദ്യാലക്ഷ്മിയുടെ ജീവിതം അവസാനിച്ചോട്ടെ എന്ന് വിചാരിക്കാവൂ. അതിനനുസരിച്ച് പ്രവർത്തിക്കാവൂ. വൃദ്ധൻ അടിവരയിടുന്നത് പോലെ പറഞ്ഞു നിർത്തി. തിരിച്ചു പോകാനായി വൈശാഖ് അടുക്കള വാതിലിനടുത്തേക്ക് വന്നതും പകച്ചു നിന്നുപോയി. കണ്ണുകളിൽ മൂർച്ചയുള്ള നോട്ടത്തോടെ ആശ നിൽക്കുന്നു. നീ എന്താ ഇവിടെ വന്ന് പതുങ്ങി നിൽക്കുമായിരുന്നോ? വൈശാഖ് പതർച്ച മറിച്ചു ചോദിച്ചു. എൻ്റെ അടുക്കളയിൽ ഞാനെന്തിനാ പതുങ്ങുന്നേ? ആശ എടുത്തടിച്ച പോലെ ചോദിച്ചു. വൈശാഖ് പതുക്കെ മുഖം മാറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആശ ഭർത്താവ് പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു.
പതുക്കെ മുഖം തിരിച്ചപ്പോൾ പ്ലാസ്റ്റിക് കസേരയിൽ എണ്ണ തെച്ചിരിക്കുന്ന വൃദ്ധനെ കണ്ടു. അവൾക്ക് അല്പം മുമ്പ് കേട്ട സംഭാഷണങ്ങൾ ഓർമ്മ വന്നു. വിദ്യക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് ഇവിടെ അരങ്ങേറുന്നത്? ആശങ്കയുടെ മേഘപടലങ്ങൾ ആശയുടെ മനസ്സിലൂടെ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അധ്യായം 6. നീല നിറത്തിൽ സ്വച്ഛമായി പരന്നു കിടക്കുന്ന ആകാശത്താഴ്വരയിലെങ്ങോ ഒഴുകി നടക്കുന്ന മേഘശകലമായാണ് തൻ്റെ പുനർജന്മമെന്ന് വിദ്യ ആദ്യം വിചാരിച്ചു. ശരീരത്തിൻ്റെ വേദനകളും ഭാരങ്ങളും വെച്ചൊഴിഞ്ഞ തൂവൽ കനമുള്ള ഒരാത്മാവ് മാത്രമാണ് താനിപ്പോൾ. കാഴ്ചപഥങ്ങളിലെല്ലാം തൂവെണ്ണ നിറം മാത്രം. ഒരു കാറ്റിൻ്റെ തണുപ്പും കുളിരും ഞരമ്പുകളിലേക്ക് ഒഴുകി നിറഞ്ഞ് ഉടൽ വിറച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് വേവലാതിയായി. കണ്ണുകളിലേക്ക് ഇരുട്ട് നിറഞ്ഞു വരികയാണ്. തണുപ്പ് അസഹ്യമായപ്പോൾ അവൾ മെല്ലെ ഞരങ്ങി. ചേച്ചി, ഒരു മൃദുസ്വരം. തണുക്കുന്നുണ്ടോ? വിദ്യ അറിയാതെ മൂളി. അവളുടെ ഉടലിനെ പൊതിഞ്ഞിരുന്ന നേർത്ത ഷീറ്റിനു മീതെ മറ്റൊന്നുകൂടി വിരിക്കപ്പെട്ടു. തണുപ്പിന് അല്പം ശമനമുണ്ടായി. വിദ്യ പതിയെ കണ്ണു തുറന്നു. വെളിച്ചമേറ്റ് കണ്ണുകൾ പൊളിച്ചപ്പോൾ അവൾ ശിരസ് ഒരു വശത്തേക്ക് ചിരിച്ചു. നീല നിറമുള്ള ചുമരുകൾ, നീലവിരിയിട്ട ജാലകങ്ങൾ, ട്രിപ്പ് സ്റ്റാൻഡിൽ നിന്നും നീളുന്ന ചുവപ്പ് നാട കൈത്തണ്ടയിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ആശുപത്രി മുറിയിലാണ് താനെന്ന് വിദ്യയ്ക്ക് ബോധ്യപ്പെട്ടു. ആരോ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അച്ഛനാണോ അതോ അമ്മയോ? ആരായാലും സാരമില്ലെന്ന് അവൾ സ്വയം ആശ്വസിച്ചു. മരണത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. ഒരു ജീവനെ പിടിച്ചു നിർത്താനുള്ള കരുത്തൊന്നും ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ല. വിദ്യ പതിയെ കണ്ണുകളടച്ച് മരണത്തിൻ്റെ കാലച്ച കാതോർത്ത് കിടന്നു. നാസ് വിവരം അറിയിച്ചതിനനുസരിച്ച് ഡ്യൂട്ടി ഡോക്ടർ എത്തുമ്പോഴേക്കും വിദ്യ മയക്കത്തിലാണ്ടു കഴിഞ്ഞിരുന്നു. വിദ്യാലക്ഷ്മിയെ പരിശോധിച്ചിറങ്ങിയ ഡോക്ടർ ICUവിന് മുൻപിൽ കാത്തുനിന്ന ബന്ധുക്കളോട് അവൾ കണ്ണു തുറന്ന വിവരം അറിയിച്ചു. 24 hours കൂടി ഒബ്സർവേഷനിലിരിക്കട്ടെ. തൽക്കാലം പേഷ്യൻ്റ് അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ചന്ദ്രശേഖരനും മനുപ്രസാദും വിനോദും ആശ്വാസഭാവത്തിൽ പരസ്പരം നോക്കി. വിമല ഇന്ദുമതിയുടെ തോളിലേക്ക് ചാഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അവരുടെ ആത്മസംഘർഷണം വലുതായിരുന്നു. താൻ ഉറക്കമുണരാൻ അല്പമെങ്കിലും വൈകിയിരുന്നെങ്കിൽ കൈക്കുമ്പിളിലൂടെ വാർന്നു പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ മകളുടെ ജീവൻ എന്ന് അവർക്കറിയാമായിരുന്നു. സദാ ജാഗരൂകരായി മനസ്സ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശ്വരന്മാരും തുണച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം വഴിമാറിയത്. ഇന്ദുമതി ഏട്ടത്തിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും നിറഞ്ഞൊഴുകിയ തൻ്റെ മിഴികൾ തുടയ്ക്കുകയും ചെയ്തു. സിസ്റ്റർ ജോസഫൈൻ്റെ ക്യാബിനിലെ തണുപ്പ് വിദ്യയ്ക്ക് അസഹ്യമായി തോന്നി. ചുരിദാറിന് മീതെ ഒരു സെറ്റർ കൂടി ധരിച്ചിരുന്നുവെങ്കിലും തണുപ്പിൻ്റെ സൂചിമുനകൾ അസ്ഥിയിലേക്ക് താഴുന്നത് പോലെ യഥാർത്ഥത്തിൽ ക്യാബിനിലെ AC തണുപ്പിനേക്കാൾ മരണമുഖത്തോളം ചെന്ന ഒരു തിരിച്ചുവരവിൻ്റെ പാർശ്വഫലങ്ങളായിരുന്നു വിദ്യയെ അസ്വസ്ഥമാക്കിയിരുന്നത്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഏറെക്കുറെ വാർന്നുപറ്റിയ രക്തഞരമ്പുകളുടെ തളർച്ച പൂർണ്ണമായി മാറിയിട്ടില്ല. അസ്ഥിക്കുള്ളിൽ നിന്നിറങ്ങി വരുന്ന മരവിപ്പ് രാത്രികാലങ്ങളിൽ ഉടൽ കോച്ചി വലിക്കുകയും പേശികൾ കഠിനവേദനയെ അഴിച്ചുവിടുകയും ചെയ്യും. ശരീരത്തിൻ്റെ അവശതകളേക്കാൾ വലുതാണ് പ്രത്യാശയറ്റ മനസ്സിൻ്റെ വേദന. ഒരിക്കൽ കൂടി സിസ്റ്റർ ജോസഫൈൻ്റെ അടുത്ത് മകളെ കൊണ്ടുപോകണമെന്നത് വിമലയുടെ നിർബന്ധമായിരുന്നു. ഇത്തവണ വിദ്യാലക്ഷ്മി സിസ്റ്ററോട് സംസാരിക്കുന്നതിൽ വിമുഖത കാണിച്ചില്ല. സിസ്റ്റർ അവളുടെ മാനസിക ശാരീരിക അവസ്ഥകൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനൊപ്പം കഴിഞ്ഞ 20-ലധികം വർഷത്തെ പ്രവർത്തന പരിചയത്തിൽ കണ്ടറിഞ്ഞ മനുഷ്യവേദനകളുടെയും സഹനങ്ങളുടെയും കഥകളിൽ നിന്നും പ്രാധാന്യമുള്ളവ ചിലതെടുത്ത് വിദ്യയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അക്ഷരശുദ്ധിയോടെ കാരുണ്യമലയുന്ന ഭാവങ്ങളോടെ സിസ്റ്റർ അതൊക്കെ പറയുമ്പോൾ വിദ്യ സ്വയമറിയാതെ ശ്രദ്ധിച്ചു. വേദനകളുടെയും സങ്കടങ്ങളുടെയും ആ കഥകളെയൊക്കെ തൻ്റെ കൂടിയാണെന്ന് അവൾക്ക് തോന്നി. നാം ജീവിച്ചു എന്നതുപോലെയുള്ള ഒരു പരമമായ സത്യം തന്നെയാണ് മരണവും. രാഹുൽ അവൻ്റെ ജീവിതം തീർന്നപ്പോൾ പിരിഞ്ഞുപോയി. മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്നേഹനഷ്ടത്തിന് വിലയായി ഒടുക്കേണ്ടതല്ല സ്വന്തം ജീവിതമെന്ന് തിരിച്ചറിയണം. രാഹുൽ പോലും അത്തരമൊരു ജീവത്യാഗമായിരിക്കില്ല വിദ്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. വിദ്യയുടെ മിഴികൾ പിടഞ്ഞുയർന്നു. അവർ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധയൂന്നി. അറിഞ്ഞിടത്തോളം രാഹുൽ എന്തിനിത് ചെയ്തുവെന്ന് ആർക്കും ഒരു ഉത്തരവില്ല. അകാരണമായ ആ മരണം ബാക്കി വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ വിദ്യയ്ക്ക് ചെയ്തു തീർക്കാനുണ്ടെങ്കിലോ? അവന് സ്വന്തം ജീവിതം കൊണ്ട് പൂരിപ്പിക്കാൻ കഴിയാതെ പോയ
എന്തെങ്കിലും ഒരു സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്തണമെന്ന് ആഗ്രഹം രാഹുലിൻ്റെ ആത്മാവിനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നതല്ലേ വിദ്യയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. മൃത്യുലോകത്തു നിന്ന് എങ്ങോ നിന്ന് വരുന്ന മന്ത്രവാദിനിയുടെ സ്വരമാണതെന്ന് വിദ്യയ്ക്ക് തോന്നി. അവളുടെ കൈത്തണ്ടയിലെ രോമങ്ങൾ എഴുന്നു. മനസ്സോടെയല്ല രാഹുൽ പോയതെങ്കിൽ താൻ അവശേഷിപ്പിച്ച കടമകൾ നീ പൂർത്തിയാക്കണമെന്നതാവും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. രാഹുലിൻ്റെ ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മോക്ഷം അതിന് ലഭിക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം മോളെ. സിസ്റ്റർ കൈനീട്ടി അവളുടെ തണുത്ത കൈത്തലത്തെ സ്പർശിച്ചു. നീ ജീവിച്ചിരുന്നേ പറ്റൂ. വിദ്യയുടെ മുഖത്ത് പേരറിയാത്ത ആലോചനകളുടെ കെട്ടഴിഞ്ഞ ഭാവം. ക്രമേണ അവളുടെ മുഖം കുറുകി വന്നു. മറ്റൊന്നും എനിക്കറിയണ്ട. അവൻ എന്തിനിത് ചെയ്തു? എങ്ങനെ കഴിഞ്ഞു അവന്? വിദ്യയുടെ തൊണ്ടയിടറി. പറഞ്ഞല്ലോ ഞാൻ, അല്പം കൂടി കാത്തിരിക്കി. നിനക്ക് സഞ്ചരിക്കാനൊരു പാത തെളിഞ്ഞു വരും. അതിലൂടെയുള്ള യാത്രയിൽ നീ അറിയേണ്ട ഉത്തരങ്ങൾ നിനക്ക് ലഭിക്കും. സിസ്റ്റർ ജോസഫൈൻ്റെ സ്വരത്തിന് ഒരു പ്രവചനത്തിൻ്റെ ഭാവമുണ്ടായിരുന്നു. സിറ്റിംഗ് അവസാനിക്കുന്നതിന് മുൻപായി സിസ്റ്റർ ചന്ദ്രശേഖരനോടും വിമലയോടും മാത്രമായി ഒരു കാര്യം പറഞ്ഞു. വിദ്യാലക്ഷ്മിയുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് വഴികളെ അവശേഷിക്കുന്നുള്ളൂ. ഒന്നുകിൽ രാഹുലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയോഗപാത തെളിയണം. അവിടെ അവന് വേണ്ടി അവൾക്ക് വേണ്ടി മാത്രം ചെയ്യാവുന്ന ചില കർത്തവ്യങ്ങൾ ബാക്കിയുണ്ടാവണം. അതിനോട് ചേർത്ത് അവൾ സ്വന്തം ജീവിതം ക്രമപ്പെടുത്തിക്കൊള്ളും. ചന്ദ്രശേഖരനും വിമലയും പരസ്പരം നോക്കി. ഇനിയുള്ള കാലം മുഴുവൻ ഒരു വിധവയുടെ വർണ്ണരഹിതവും നിരാശാഭരിതവുമായ ജീവിതമാണോ മകളെ കാത്തിരിക്കുന്നത്? അവരുടെ വേവലാതി മനസ്സിലാക്കിയൊന്ന സിസ്റ്റർ തുറന്നു. രണ്ടാമത്തെ വഴി അല്പം ദുഷ്കരമാണ്, പക്ഷേ അതാണ് അവൾക്ക് കൂടുതൽ നന്മ വരുത്തുന്നത്. വിദ്യാലക്ഷ്മിയെ രാഹുലിനെ മറക്കണം. എന്നേക്കുമായി പുതിയൊരു ജീവിതം കണ്ടെത്താൻ അവൾക്ക് കഴിയണം. ചന്ദ്രശേഖരൻ ഞെട്ടി ചുളിച്ചു. യു മീൻ എ സെക്കൻഡ് മാരേജ്? എക്സാക്ട്ലി. പക്ഷെ ശരീരവും മനസ്സും പങ്കിട്ട ഒരാളെ വിദ്യയെപ്പോലെ ഒരാൾ മറക്കുക എളുപ്പമല്ല. ഷീ ഈസ് ഹൈലി ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ്. സിസ്റ്റർ പറഞ്ഞു നിർത്തിയപ്പോൾ ക്യാബിനിൽ ഒരു നിശബ്ദത നിറഞ്ഞു. ചന്ദ്രശേഖരൻ്റെ നെറ്റിയിൽ ആലോചനകളുടെ ഞരമ്പുകൾ പിടഞ്ഞു. രാഹുലിനെ മറന്ന് വിദ്യ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുക. ഒരു വിധവയുടെ ജീവിതത്തേക്കാൾ ഇനിയുള്ള കാലം അവൾക്ക് അഭികാമ്യമായത് അതാണെന്ന് ചന്ദ്രശേഖരൻ എന്ന അച്ഛൻ ചിന്തിച്ചു. വിമലയുടെ മുഖത്ത് ആശങ്കകൾ മാത്രം നിഴൽ വിരിച്ചു നിന്നു. അന്നത്തെ സിറ്റിംഗ് കഴിഞ്ഞ് അവർ മുണ്ടക്കയത്തേക്ക് തിരിച്ചു പോയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് വിദ്യയും ചന്ദ്രശേഖരനും മാത്രമായി വീണ്ടും തിരുവല്ലയിലേക്ക് വരേണ്ടി വന്നു. CI സേവ്യർ ജേക്കബിനെ കണ്ട് വിദ്യയുടെ മൊഴി നൽകുകയായിരുന്നു ലക്ഷ്യം. സിയുടെ ഓഫീസ് റൂമിലേക്ക് വിദ്യ തനിച്ചാണ് ചെന്നത്. 2 വനിതാ പോലീസുകാർ കൂടി സേവ്യർ ജേക്കബിനൊപ്പം മുറിയിലുണ്ടായിരുന്നു. അതിലൊരാൾ ചെറിയൊരു സൗണ്ട് റെക്കോർഡർ ഓണാക്കി ടേബിളിൽ വെച്ചു. സിയുടെ ചോദ്യങ്ങൾക്ക് ഭയാശങ്കകളില്ലാതെ വിദ്യ മറുപടി നൽകിക്കൊണ്ടിരുന്നു. തൻ്റെ അറിവിൽ രാഹുലിന് ശത്രുക്കളോ സാമ്പത്തിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഇല്ലായിരുന്നുവെന്ന് വിദ്യ അറിയിച്ചു. രാഹുലുമായി എന്നാണ് അവസാനമായി സംസാരിച്ചത്? അന്ന് രാവിലെ, അതായത് മരിക്കുന്നതിൻ്റെ തലേന്ന്. പിറ്റേന്ന് രാവിലെയല്ലേ മരണവാർത്ത അറിഞ്ഞത്? വിദ്യ മ്ലാനതയോടെ തലയിളക്കി. സംസാരിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? കൃത്യമായി പറയാൻ പറ്റുമോ? വിദ്യയ്ക്ക് അത് മറക്കാനാവുന്നതല്ല. പ്രസവത്തിനായി തന്നെ മുണ്ടക്കയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആഴ്ചയൊന്നു കഴിഞ്ഞിട്ടും രാഹുൽ മുണ്ടക്കയത്തേക്ക് വരാത്തതിൻ്റെ പരിഭവത്തോടെയാണ് സംസാരിച്ചു തുടങ്ങിയത്. മുരളിയേട്ടൻ പ്രമീളച്ചിക്കും കുഞ്ഞിനുമൊപ്പം കുട്ടിക്കാലത്തെ വീട്ടിലാണെന്നും വീട്ടിൽ ശാരദാമ്മ തനിച്ചാണെന്നുമാണ് അവൻ ആവർത്തിച്ചു പറഞ്ഞു. മുരളിയേട്ടന് ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് നിന്നാലെന്താ? ഭാര്യയും കുഞ്ഞുമായാൽ പെറ്റമ്മയെ അന്വേഷിക്കേണ്ടെന്നാണോ? താൻ ദേഷ്യപ്പെട്ടു. ഞാനിവിടെ ഉണ്ടല്ലോ എന്നല്ലേ ഏട്ടൻ്റെ സമാധാനം? അവിടെ അമ്മയും പ്രമീളച്ചിയും തനിച്ചല്ലേ? എന്തൊരു കഷ്ടമോ മോനെ, നിന്നെ ഒന്ന് കാണാൻ ഞാനിനി എത്ര ദിവസം കാക്കണം? 2 ദിവസത്തോടെ ക്ഷമിക്ക്. എനിക്ക് നാളെ ഒരു യാത്രയുണ്ട്. ആ പേരും പറഞ്ഞ് സുധീഷേട്ടനെയും രജനി ചേച്ചീനെയും വരുത്താം. തിരിച്ചു വരുമ്പോൾ ഞാൻ മുണ്ടക്കയത്തൊരു ദിവസം നിന്നിട്ടേ പോരും. കാത്തിരുന്നിട്ട് ഒരു ദിവസമേ ഉള്ളൂ. കൊഞ്ചാതെ പെണ്ണെ, ഇതാ ഇവിടെ ഒരാൾ വന്നേ, ഞാൻ പിന്നെ വിളിക്കാം. വിഫലമായ ആ വാഗ്ദാനത്തോടെയാണ് രാഹുൽ കോൾ മുറിച്ചത്. പിന്നീട് വിളിച്ചില്ലേ? CI സേവ്യർ ജേക്കബ് ചോദിച്ചു. ഇല്ല, പകൽ തിരക്കാണെന്ന് കരുതി ഞാനും വിളിച്ചില്ല. രാത്രി വിളിക്കാനായി നോക്കുമ്പോൾ എൻ്റെ ഫോൺ ചാർജ് തീർന്നിരിക്കുകയായിരുന്നു. അത് കുത്തിയിട്ടിട്ട് കിടന്നു മയങ്ങിപ്പോയതാ. CI ഫയൽ തുറന്ന്
ഒരു പേപ്പർ ഷീറ്റ് എടുത്ത് വിദ്യയുടെ മുന്നിലേക്ക് വെച്ചു. ഇത് രാഹുലിൻ്റെ കോൾ ഡീറ്റെയിൽസ്. രാത്രി 11:30 മുതൽ അയാൾ വിദ്യാലക്ഷ്മിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു കോളും കണക്റ്റ് ആയിട്ടില്ല. വിദ്യ പതിയെ കൈനീട്ടി ആ പേപ്പർ വാങ്ങി. അതിലെ അക്കങ്ങളിലൂടെ അവളുടെ കണ്ണുകൾ പാഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ഒരു തവണയെങ്കിലും കോൾ എടുത്തിരുന്നെങ്കിൽ അയാളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് അറിയാമായിരുന്നു. വിദ്യയുടെ മുഖത്ത് ഓളങ്ങൾ ഇളകുന്നത് പോലെ ഒരു ഭാവമാറ്റമുണ്ടായി. ലോകത്ത് ഓരോ നിമിഷവും എത്രയധികം കോളുകൾ അറ്റൻഡ് ചെയ്യപ്പെടാതെ പോകുന്നു. അവയിൽ ചിലതിനെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഭാഗോദയം നിർണ്ണയിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ആരറിയുന്നു. വിദ്യയുടെ കണ്ണുകൾ നിറയുകയും അധരങ്ങൾ വിറകൊള്ളുകയും ചെയ്തു. ഞാൻ അറിഞ്ഞില്ലല്ലോ. അവനിനി ഒരിക്കലും എന്നെ വിളിക്കില്ലെന്ന്. ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങുമോ? ഏത് ഇരുട്ടും കടന്ന് ഓടിച്ചെന്നേനെ. ഞങ്ങളെ ഇട്ടിട്ട് പോകാൻ ഒരിക്കലും അവന് സമ്മതിക്കില്ലായിരുന്നു. കണ്ണീർ കണങ്ങൾ പേപ്പറിലേക്ക് അടർന്നു വീണു. വിദ്യ തേങ്ങലോടെ മുഖം അതിലേക്ക് താത്തി വെച്ചു. CI സംശയം നൽകിയപ്പോൾ വനിതാ പോലീസ് ഒരാൾ അടുത്തു നിന്ന് വിദ്യയുടെ തോളിൽ കൈവച്ചു. റിലാക്സ് റിലാക്സ്. അവർ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ മന്ത്രിച്ചു. CI ഓഫീസിലെ ഫോർമാലിറ്റികൾ തീർത്ത് തിരിച്ചു പോകുമ്പോൾ ഊണ് കഴിക്കാനായി ചന്ദ്രശേഖരനും വിദ്യയും കുട്ടി ഒരു ഹോട്ടലിൽ കയറി. അവൾക്ക് ഭക്ഷണമൊന്നും വേണ്ട. നിർബന്ധിച്ചപ്പോൾ ലൈം ജ്യൂസ് മാത്രം കുടിച്ചു. തിരിച്ച് കാറിൽ കയറുമ്പോൾ വിദ്യ അച്ഛനോട് പറഞ്ഞു, നമുക്കിവിടെ വീട്ടിലൊന്ന് കയറേണ്ടേ അച്ഛ. നെടുമ്പുരുക്കലേക്ക് പോകണമെന്നാണ്. ചന്ദ്രശേഖരന് വൈമനസ്യം അനുഭവപ്പെട്ടു. രാഹുലിൻ്റെ മരണശേഷം ആ വീട്ടിൽ നിന്നാരും വിദ്യയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് വേണോ? നിന്റെ മൂഡ് ശരിയല്ല. നമുക്ക് വേറൊരു ദിവസം വരാം പ്ലീസ് അച്ഛാ. എത്ര ദിവസമായി അവനവിടെ തനിച്ചല്ലേ? എനിക്കൊന്ന് കാണണം. ചന്ദ്രശേഖരൻ മറുപടി പറയാതെ കാർ സ്റ്റാർട്ട് ചെയ്തു. നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ അടഞ്ഞു കിടന്ന ഗേറ്റിനരികിൽ ചന്ദ്രശേഖരൻ്റെ കാറ് വന്നു നിന്നു. വിദ്യയാണ് ആദ്യം പുറത്തിറങ്ങിയത്. പിടഞ്ഞടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഗേറ്റിനടുത്തേക്ക് ചെന്നു. ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്. മുറ്റത്തും നടപ്പാതയിലും കരിയിലകൾ വീണുടഞ്ഞു കിടക്കുന്നു. ഇവിടെ ആരുമില്ലെന്ന് തോന്നല്ലോ. മകൾക്കടുത്തേക്ക് വന്ന് ചന്ദ്രശേഖരൻ പുരുവെടുത്തു. വിദ്യയ്ക്ക് വേവലാതെയായി. അവൾ വിക്കറ്റ് ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ അതും പൂട്ടിയിരിക്കുന്നു. ചന്ദ്രശേഖരൻ ഫോണെടുത്ത് മുരളീകൃഷ്ണനെ വിളിച്ചു. സ്വിച്ച് ഓഫ്. ഇനി ആരെയും വിളിക്കണമെന്ന് ആലോചിച്ചപ്പോൾ വൈശാഖൻ്റെ മുഖം ഓർമ്മ വന്നു. ചന്ദ്രശേഖരൻ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ബെല്ലടിച്ച് തീർന്നതല്ലാതെ ആരും എടുക്കുന്നില്ല. 2 തവണ കൂടി വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ചന്ദ്രശേഖരൻ വിദ്യയെ നിർബന്ധിച്ച് കാറിൽ കയറ്റി. ഇന്നലെ തിരുവല്ലയിലെ CI കാണാൻ വരുന്ന വിവരം പറയാനായി വിളിച്ചിട്ടും വൈശാഖ് ഫോൺ എടുത്തില്ലല്ലോ എന്ന് വണ്ടി എടുക്കുമ്പോൾ ചന്ദ്രശേഖരൻ ഓർത്തു. ഇന്നീ നേരമായിട്ടും തിരികെ വിളിച്ചിട്ടുമില്ല. ചന്ദ്രശേഖരനിൽ അസ്വസ്ഥത നിറഞ്ഞു. ടൗണിലെത്തിയപ്പോൾ ശാരദാസ് വസ്ത്രവിഹാറിലേക്ക് ഒന്ന് കയറിയാലോ എന്ന ചിന്ത വന്നു. രാഹുലിൻ്റെ ഭാവനയിലും പ്രയത്നത്തിലും പണിതുയർത്തപ്പെട്ട സ്ഥാപനമാണത്. മുരളിയും വൈശാഖും ടെക്സ്റ്റൈൽസിൽ കണ്ടേക്കുമെന്ന് അയാൾ ഊഹിച്ചു. ശാരദാസ് വസ്ത്രവിഹാറിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചന്ദ്രശേഖരൻ കാർ കൊണ്ടുവന്ന് നിർത്തി. നമുക്കിവിടെ ഒന്ന് കയറാലോ, മുരളിയൊന്ന് കാണാം. വിദ്യ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവൾക്കവിടെ ആരെയും കാണാനില്ല. ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാം. ചന്ദ്രശേഖരൻ ഡോർ തുറന്നിറങ്ങി. വിദ്യ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. വിശാലമായ 2 നിലകളാണ് ശാരദാസ് വസ്ത്രവിഹാർ പ്രവർത്തിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ തുറന്നു കിട്ടിയ ചില്ലുവാതിലൂടെ അകത്തേക്ക് കിടന്നപ്പോൾ AC കുളിരലകൾ ചന്ദ്രശേഖരനെ പൊതിഞ്ഞു. കൗണ്ടറിനരികിൽ മറുവശത്തേക്ക് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് വൈശാഖനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രശേഖരൻ ഒന്ന് നിന്നു. അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ. ചന്ദ്രശേഖരൻ്റെ നെഞ്ചിലേക്ക് അസ്വസ്ഥത തിരികെ വന്നു. മനസ്സിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണർന്നു. അതിനെ അവഗണിക്കാൻ കഴിയാതെ അയാൾ അല്പം ഒതുങ്ങി നിന്ന് വൈശാഖൻ്റെ നമ്പറിലേക്ക് കോൾ വിട്ടു. ബെല്ലടിച്ചു തുടങ്ങിയതും വൈശാഖൻ്റെ ശ്രദ്ധ ഫോണിലേക്ക് വന്നു. അവൻ കോൾ എടുത്തേക്കുമെന്ന് തോന്നിയ നിമിഷം റിങ്ങിങ് നിലച്ചു. ചന്ദ്രശേഖരൻ്റെ കാതിലിനരികിൽ ബെല്ലടി തുറന്നു. വൈശാഖ് കോൾ സൈലൻറ്റിലേക്ക് മാറ്റി മൊബൈൽ മാറ്റിപ്പിടിച്ചതാണ്. മനഃപൂർവ്വമായ അവഗണന തന്നെയെന്ന് ചന്ദ്രശേഖരന് മനസ്സിലായി. അയാളുടെ മുഖം മുറുകി. ആരോ സമീപത്തേക്ക് വന്നുവെന്ന് തോന്നിയിട്ട് വൈശാഖ് തിരിഞ്ഞു നോക്കി. തൊട്ടരികിൽ ചന്ദ്രശേഖരനെ കണ്ടതും അവൻ്റെ മുഖം വിളറിപ്പോയി. ഒരു ചിരി വരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട വൈശാഖ് കൗണ്ടറിലിരിക്കുന്ന ആളെ നോക്കി. ചന്ദ്രശേഖരൻ്റെ നോട്ടം അവിടേക്ക് ചെന്നു. കൗണ്ടറിലെ കസരയിൽ
ക്യാഷ് ഡ്രോയ്ക്കരികിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ഇരിക്കുന്നത്. പൊൻകുന്നത്തുകാരൻ സുധീഷ്, രാഹുലിൻ്റെ സഹോദരി രചനയുടെ ഭർത്താവ്. അധ്യായം 7. പ്രസന്നമായ മുഖത്തോടെ സുധീഷ് കൗണ്ടറിൽ നിന്ന് എഴുന്നേറ്റ് ചന്ദ്രശേഖരനരികിലേക്ക് വന്ന് ഹസ്തദാനത്തിനായി കൈനീട്ടി. ഹലോ, ഇറ്റ് ഈസ് എ പ്ലസന്റ് സർഫേസ്. ചന്ദ്രേട്ടൻ എന്താ ഇവിടെ? മടിയോടെ നീട്ടപ്പെട്ട ചന്ദ്രശേഖരൻ്റെ കൈത്തലം സുധീഷ് മുറുകെ പിടിച്ചു. സുധീഷ് എന്താ ഇവിടെ എന്നൊരു മറുചോദ്യം വന്നത് ചന്ദ്രശേഖരൻ വിഴുങ്ങി. എനിക്കിവിടെ തിരുവല്ല വരെ പോകേണ്ട കാര്യമുണ്ടായി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വൈശാഖിനെ നോക്കി. ഇന്നലെ ഇന്നും പലതവണ ഞാൻ വിളിച്ചിരുന്നു, എന്താ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. 2 മിനിറ്റ് മുമ്പും വിളിച്ചിരുന്നു. വൈശാഖ് ഉത്തരം മുട്ടിയതുപോലെ സുധീഷിനെ നോക്കി. ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായ ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ചന്ദ്രേട്ടൻ വരൂ, നമുക്ക് ക്യാബിനിലിരുന്ന് സംസാരിക്കാം. സുധീഷ് ഇടപെട്ടു. അവർ തമ്മിലെന്തോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്താണ് സംസാരിക്കുന്നതെന്ന് ചന്ദ്രശേഖരന് മനസ്സിലായി. സുധീഷ് രാഹുൽ ഉപയോഗിച്ചിരുന്ന ക്യാബിൻ്റെ നേർക്ക് നടന്നതോടെ ചന്ദ്രശേഖരന് പിന്നാലെ ചെന്നു. സന്ദർശകർക്കുള്ള കസേര ചൂണ്ടിക്കാണിച്ചിട്ട് സുധീഷ് രാഹുലിൻ്റെ റിവോൾവിംഗ് ചെയറിലേക്കിരുന്നു. ചുവരിൽ രാഹുലിൻ്റെ ചിത്രം മാല ചാർത്തി വെച്ചിരുന്നു. ചന്ദ്രേട്ടനൊരു ജ്യൂസ് പറയട്ടെ? സുധീഷ് ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്തു. വേണ്ട, അയാൾ നിരസിച്ചു. സുധീഷിൻ്റെ ഉടമസ്ഥാഭാവവും സ്വാതന്ത്ര്യവും ചന്ദ്രശേഖരിൽ ഒരു അസ്വസ്ഥത നിറച്ചു. രാഹുലുള്ളപ്പോൾ ശാരദാസ് വസ്ത്രവിഹാറിൻ്റെ പരിസരത്ത് കാണാത്ത ആളാണ് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടറുടെ കസേരയിലിരിക്കുന്നത്. മുരളീകൃഷ്ണനായിരുന്നു ആ കസേരയിലെങ്കിൽ ഇത്രത്തോളം വിഷമം തോന്നില്ലായിരുന്നു. ഞാൻ തറവാട്ടിൽ ചെന്നിരുന്നു. അവിടെ പൂട്ടിയിരിക്കുകയാണല്ലോ. മുരളിയും ശാരദാമ്മയും എവിടെ? ചന്ദ്രശേഖരൻ ചോദിച്ചു. സുധീഷ് ഒരു വല്ലായ്മ മുഖത്തണഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? അല്ല, അതിൽ തെറ്റു പറയാനും പറ്റില്ല. രാഹുൽ മരിച്ചതോടെ ബന്ധങ്ങളെല്ലാം മറ്റുപോയില്ലേ? അങ്ങനെ അറുത്തെറിഞ്ഞിട്ടൊന്നുമില്ല. മരിച്ചവർ മരിച്ചു. എൻ്റെ മോള് ജീവിച്ചിരിപ്പില്ലേ? അവളുടെ ശരീരത്തിലും മനസ്സിലും വലിയ മുറിവുകളുണ്ടായി. അതൊക്കെ സുഖപ്പെടുത്താൻ ഓടി നടക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. അത്രയേ ഉള്ളൂ. അത് തന്നെ. സുധീഷ് ചിരിക്കാൻ ശ്രമിച്ചു. വീട്ടിലുള്ളവർ എവിടെ പോയെന്ന് പറഞ്ഞില്ല? രാഹുലിൻ്റെ മരണത്തോടെ ശാരദാമ്മയ്ക്ക് സുഖമില്ലാതായി. സദാസമയം കിടപ്പ് തന്നെയായിരുന്നു. രചനയാണ് നോക്കിക്കൊണ്ടിരുന്നത്. മുരളിയും പ്രമീളയില്ലേ? പ്രമീളേച്ചി കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് പ്രസവത്തിന് പോയപ്പോഴില്ലായിരുന്നു മരണം. ചേച്ചി ശുശ്രൂഷിക്കാൻ തന്നെ ഒരാൾ വേണ്ടേ? ആ അവസ്ഥയിൽ ഇവിടെ വന്ന് ശാരദാമ്മയെ നോക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, മുരളിയേട്ടൻ കുട്ടിക്കാലത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വീട് പണിയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണവുമെല്ലാം മുരളിയേട്ടൻ നോക്കണ്ടേ? അവർക്കും സൗകര്യം കുട്ടിക്കാലത്ത് തന്നെ നിൽക്കുന്നതാ. മുരളിയുടെ പെട്രോൾ പമ്പും ഫിനാൻസ് കമ്പനിയും ഇവിടെ അല്ലേ? ആരാ അതൊക്കെ നോക്കി നടത്തുന്നത്? അതിൻ്റെയൊക്കെ നടത്തിപ്പിന് ഒരു മേൽനോട്ടം പോരെ? ആഴ്ചയിൽ 2-3 പ്രാവശ്യം കുട്ടിക്കാലത്തൊന്നും കാർ ഓടിച്ചു വന്നാൽ മതിയല്ലോ. ചന്ദ്രശേഖരന് അത് ദഹിച്ചില്ല. ഇളയ മകൻ മരിച്ചതോടെ അമ്മയുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടവൻ ഭാര്യ വീട്ടിൽ താമസിക്കുന്നു. വിവാഹം കഴിപ്പിച്ചയച്ച രജനി ഇവിടെ വന്ന് അമ്മയെ നോക്കുന്നു. ശാരദാമ്മയ്ക്ക് മനസ്സിന് നല്ല സുഖമില്ല. കോട്ടയത്ത് ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയേക്കുക രജനിയും മുരളിയേട്ടനും കൂടി. കഷ്ടമായല്ലോ. എൻ്റെ കൂടെ വിദ്യാമോളുണ്ട്. അവൾക്ക് രാഹുലിൻ്റെ കുഴിമാടമൊന്ന് കാണണം. സുധീഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അവൻ വാച്ചിലേക്ക് നോക്കി. 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം. എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട്. താക്കോല് തന്നാൽ മതി. സുധീഷ് വരണമെന്നില്ല. അത് വേണ്ട, ഞാനും കൂടി വരാം. സുധീഷ് മേശവലിപ്പ് തുറന്ന് കീയെടുത്തു. താക്കോൽ തന്നു വിടുന്നതിൽ അവന് വൈമുഖ്യമുണ്ടെന്ന് ചന്ദ്രശേഖരന് തോന്നി. സുധീഷിൻ്റെ കാർ മുൻപേയും ചന്ദ്രശേഖരൻ്റെ കാർ പിന്നാലെയും നെടുമ്പുരയ്ക്കൽ തറവാടിൻ്റെ ഗേറ്റിന് മുൻപിൽ ചെന്ന് നിന്നു. വിദ്യ ഡോർ തുറന്നിറങ്ങുമ്പോഴേക്കും സുധീഷ് ചെന്ന് ഗേറ്റ് തുറന്നു കഴിഞ്ഞു. ഗാർഡൻ അരികിലൂടെ മുറ്റത്തേക്ക് നീങ്ങുമ്പോൾ വിദ്യയ്ക്ക് 1000 ഓർമ്മകളുടെ വേലിയേറ്റം ഹൃദയത്തിലുയർന്നു. രാഹുലിനോടൊപ്പം നവവധുമായി വന്നു കയറിയ നിമിഷം മുതൽ പ്രസവത്തിനായി തിരികെ പോകുന്നത് വരെയുള്ള ഹ്രസ്യമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും ആനന്ദാനുഭൂതികളും പങ്കിടപ്പെട്ട ഭവനമാണിത്. രാഹുലിൻ്റെ അസാന്നിധ്യം മുറിപ്പെടുത്തിയ മനസ്സിന് ഈ വീട് പുണ്യസ്ഥലമാണ്. ഓരോ മണൽത്തരിയിലും പൂവിലും പുല്ലിലും വായുവിലും പോലും രാഹുലിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നെടുമ്പുരക്കൽ വീട് വിദ്യയ്ക്ക് വേദനകളുടെ കൽത്തുറങ്കും അതേസമയം ആശ്വാസത്തിൻ്റെ ശ്രീകോവിലുമായി മാറി. വിദ്യ താഴെ തൊടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ
ചന്ദ്രശേഖരൻ പറഞ്ഞു. നിനക്ക് സുഖമില്ലാത്തതല്ലേ, അങ്ങോട്ടിറങ്ങി പോകണ്ട. വിദ്യ അത് കേൾക്കാത്ത ഭാവത്തിൽ താഴേക്കിറങ്ങി. രാഹുലിൻ്റെ കുഴിമാടത്തിൽ ഇലകൾ വീണ് കളകൾ വളർന്നു നിന്നിരുന്നു. തലഭാഗത്തായി നിറം മങ്ങിയ മൺകുടവും കല്ലും. വിദ്യ അതിലേക്ക് ഏതാനും നിമിഷങ്ങൾ നോക്കി നിന്നു. തൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നവൻ ഇതിനിടയിൽ നിത്യവിശ്രമത്തിലാണെന്ന് ചിന്ത ആണിയടിച്ചു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ശുഭദിനാശംസകൾ.